ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ക്രീമി ആയിട്ടുള്ള ഒരു ഡോണറ്റ്സ് ഉണ്ടാക്കിയാലോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ലേ ഡോണറ്റ്സ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ചേർക്കുക. ഇത് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണേ. ഇതിപ്പോൾ അരിച്ചെടുത്തിട്ടുള്ള മൈദപ്പൊടിയാണ്. ഇനി അത് ഞാൻ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/2 ടീസ്പൂണോളം സോൾട്ട് അഥവാ ഉപ്പ് അതുകൂടി ചേർത്തുക കൊടുക്കുക. കൂടാതെ 1 ടേബിൾ സ്പൂണ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുക. അത് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരത്തെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് മിക്സായി കിട്ടും. ഇതിപ്പോൾ ഞാൻ എടുത്തു വെക്കാൻ വിട്ടുപോയതുകൊണ്ട് ഇത് കട്ടയായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് മിക്സ് ആവാൻ. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് മുമ്പേ പുറത്തെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഈ ഷുഗറും പിന്നെ ഉപ്പും മൈദയും ബട്ടറും കൂടിയിട്ട് ഒന്ന് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുക. ഇത് നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ വേറൊരു ബൗളിലായിട്ട് ഞാനൊരു 1/4 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇളം ചൂടെന്ന് വെച്ചാൽ കൈ തൊട്ടാൽ പൊള്ളാത്ത ഒരു രീതിയിലുള്ള പാലായിരിക്കണം. നല്ല ചൂടുള്ള പാൽ ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഷുഗറും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഷുഗർ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടാനാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ലേ കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് അവിടുന്ന് പൊങ്ങട്ടെ. ആ സമയം ഇനി നമുക്ക് ഈ മൈദയുടെ മിക്സിയിലേക്ക് ഒരു മുട്ട കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കണേ. കൈകൊണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നമുക്ക് ആ പൊങ്ങാനായിട്ട് മാറ്റി വെച്ച പാലിൻ്റെയും ഈസ്റ്റിൻ്റെയും പഞ്ചസാരൻ്റെയും ഒക്കെ മിക്സില്ലേ അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് പരുവത്തിലായിരിക്കണം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന ഒരു പരുവത്തിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇതിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് കുഴച്ചെടുത്താൽ ഇത് ശരിയായി കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് അത് മാത്രമേ ആവശ്യമുണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂറോളം നമുക്ക് ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് അടച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരും. നനഞ്ഞ ക്ലോത്ത് വെച്ച് അടക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി കിട്ടും. അതുകൊണ്ടാണ് ഈ നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ട്. നമുക്കിതൊന്ന് നോക്കാം. ഇത് അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി കുഴച്ചെടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ഒതുങ്ങി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് കൈകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊന്ന് ഒതുങ്ങി പകുതിയായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ വളരെ നേരിയതായിട്ടൊന്നും പരത്തിയെടുക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം. നമ്മുടെ ആ ഡോണറ്റ്സിൻ്റെ ഒരു പരുവം എല്ലാവർക്കും അറിയുന്നില്ലേ. അപ്പോൾ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുക. ചപ്പാത്തി പരുവത്തിലൊന്നും പരത്തിയെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. ഇത് ആവശ്യത്തിന് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തത്. ഇനി നമുക്ക് ഇതൊരു അടപ്പ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഡോണറ്റ് കട്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല, അതില്ലാതെയും നമുക്കിതുണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ്
ഇതാ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെല്ലൈക്കൻ അമർത്തിയ ഓൾ ഓപ്ഷൻ എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മടിക്കല്ലേ. അപ്പോൾ ഇത് ഞാനെല്ലാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം 5 എണ്ണം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പീസും ഇതുപോലെ നമുക്ക് പരത്തി കഴിഞ്ഞിട്ട് ബാക്കിയും അതുപോലെ ഒന്നുകൂടി പരത്തിയെടുത്ത് ഓരോന്നായിട്ട് പരത്തി എടുത്താൽ ഒരു 10-11 ഡോണറ്റ് നമുക്ക് ലഭിക്കും. ഇനി ഇതിനെ നടുവിൽ ഹോൾസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു നമ്മുടെ നോസിലാണ് എടുത്തത്. നിങ്ങളുടെ അതുപോലത്തെ ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ നടുക്കും ഇതുപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. ഇതിപ്പോൾ കേക്കിനൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോസിലില്ലേ, അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നടുവിൽ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മാവും ഞാൻ അതുപോലെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഒന്നും മിസ്സാക്കാതെ എല്ലാം പരത്തിയെടുക്കുക. എന്നിട്ട് റൗണ്ട് ചെയ്യുക, കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തെടുത്താൽ ഒരു 10-11 ഡോണറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂറോളം ഒന്നുകൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചുകൂടി പിന്നെ പൊങ്ങിക്കിട്ടും. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഇത് പൊങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒരു എണ്ണ ചൂടാക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ പിന്നെ സ്ലോ ഫ്ലെയിമിലായിരിക്കണം. അതായത് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എണ്ണ ചൂടാനാ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ ഡോണറ്റ്സ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഫ്ലെയിം കുറച്ച് വെക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയ ശേഷം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ടൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം തന്നെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാനിത് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി അതുപോലെ തന്നെ എല്ലാം തന്നെ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ രണ്ടാമത്തെ സ്റ്റെപ്പും ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുകയാണ്. 1 by 1 ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഡോണറ്റ്സ് ഒക്കെ ഞാൻ കോരി മാറ്റുന്നുണ്ട്. ഇനി അതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഞാനൊരു വേറൊരു പരിപാടി ചെയ്യാണ്. അതിനായിട്ട് ഒരു അര ഗ്ലാസ് പാല് ഞാൻ ചൂടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു ബൗളിലായിട്ട് ഒരു കുറച്ച് കാൽ ഗ്ലാസോളം പാല് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ നമ്മുടെ കസ്റ്റഡിലെ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഡയറക്റ്റായിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കരുത്. അതുകൊണ്ടാണ് വേറെ പാലിലേക്ക് ഇതുപോലെ കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കുന്നത്. നേരിട്ട് കസ്റ്റേർഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വേറെ പാലിലേക്ക്, തണുത്ത പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സായ ശേഷം നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുക. ഷുഗർ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയ ശേഷം ഇതൊന്ന് കുറച്ച് കുറുകുമല്ല, ആ പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെക്കാം. ഭയങ്കര കട്ടിയായി പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം ഒന്നുകൂടി ടൈറ്റായിട്ടുള്ളതാണ്. ഇനി ഞാൻ ഡോണറ്റ്സ് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോണറ്റ്സൊക്കെ കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറൊരു സൂത്രം കാണിക്കാം. അതിനായിട്ട് ഞാനൊരു സിറിഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചക്ട് ചെയ്യുന്ന സിറിഞ്ചില്ലേ, അപ്പോൾ അതിൻ്റെ സൂചിയൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ സിറിഞ്ച് മാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കസ്റ്റേർഡ് തയ്യാറാക്കി വെച്ചിട്ടില്ലേ, അത് എടുത്തിട്ട് നമുക്ക് ഓരോ ഡോണറ്റ്സിൻ്റെയും ഒരു സൈഡ് മാത്രം കേട്ടോ, ഒരു സൈഡ് മാത്രമേ നമ്മൾ ചെയ്തെടുക്കാവൂ.
ഒരു സൈഡിൽ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ക്രീം ഇഞ്ചെക്ട് ചെയ്യാൻ നോക്കാം. ഒരു നാല് സൈഡോ 5 സൈഡോ ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് കുത്തി കൊടുക്കുക, ഇഞ്ചെക്ട് ചെയ്യുക. ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്രീമി ആവും കേട്ടോ. ഇതിപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഡോണറ്റ്സും ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കുക. എന്നിട്ട് പുറത്തേക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ, എന്തായാലും നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ഈ ക്രീമൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു ടിഷ്യൂ വെച്ചിട്ട് എല്ലാം ഒന്ന് തോർത്തി കളയുക. ശ്രദ്ധിക്കുക, ഒരു ഭാഗത്ത് മാത്രം ഇത് ചെയ്ത് കൊടുക്കുന്നത്, മറ്റേ ഭാഗത്ത് ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഈ ഭാഗത്ത് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പിടിച്ചു കിട്ടണമല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ ക്രീം എല്ലാം ഒന്ന് പേപ്പർ വെച്ചിട്ടോ ടിഷ്യൂ പേപ്പർ വെച്ചോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചോ നമുക്ക് കംപ്ലീറ്റ് അങ്ങ് തുടച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം തുടച്ചെടുത്തിട്ട് ശേഷം ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ്, ഒരു 60 ഗ്രാമോളം വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കട്ടിയായി പോയാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ലൂസാക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓരോ ഡോണറ്റ്സ് വീതം നമ്മുടെ ക്രീം ഇഞ്ചെക്ട് ചെയ്ത ഭാഗമില്ലേ, ആ ഭാഗത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഇതും ഡിപ്പ് ചെയ്തെടുക്കുന്നത്. മറ്റേ സൈഡ് നമ്മൾ ഒന്നും ചെയ്യേണ്ട. ആ ഒരു സൈഡ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഈ വൈറ്റ് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാ ഡോണറ്റ്സും ഇതുപോലെ അങ്ങ് ഡിപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പകുതി മാത്രമേ ഡോണറ്റ്സ് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ 60 ഗ്രാം ചോക്ലേറ്റ് മാത്രമേ മെൽട്ടാക്കിയിട്ടുള്ളൂ. ഇത് ഫുള്ളാക്കി ചെയ്തെടുക്കണമെങ്കിൽ ഒരു 100 ഗ്രാമോളം ചോക്ലേറ്റ് നിങ്ങൾ മെൽട്ടാക്കി എടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാനെല്ലാം ഇതുപോലെ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഗ്രേറ്റ് ആക്കിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വേറെ ബ്ലാക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ഏത് ചോക്ലേറ്റിനെ കൊണ്ടും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് ആണ്, അതുകൊണ്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് എടുത്തേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഡോണറ്റ്സ് ആണ്, നല്ല ക്രീമി ആയിട്ടുള്ള ഡോണറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.